പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, മാത്തമാറ്റിക്സിലെ ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് പറയുന്ന മാത്സിൽ ഈക്വൽ ട്രയാങ്കിൾസ് തുല്യ ത്രികോണങ്ങൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് നമ്മൾ ക്ലാസ്സിൽ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം നമ്മുടെ ക്ലാസ്സിൽ കുറേ കുട്ടികൾ പുതിയ അഡ്മിഷൻ ആയിട്ട് വന്ന കുട്ടികളുണ്ട്. അതുപോലെ തന്നെ ക്ലാസ്സിൽ ലീവായ കുട്ടികളും ഉണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ. ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു സെക്ഷനാണ്. ഇനി ആരും ക്ലാസ്സിൽ മുമ്പ് എന്തൊക്കെയോ എടുത്തിട്ടുണ്ടല്ലോ, അതെനിക്ക് അറിഞ്ഞിട്ടില്ലെങ്കിൽ പ്രശ്നമാവോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഒരു കുട്ടി പോലും നമ്മളുടെ ക്ലാസ്സിൽ ഇരിക്കരുത്. കൃത്യമായിട്ട് ഇവിടുന്ന് അങ്ങോട്ടുള്ള ക്ലാസ്സുകൾ ശരിക്കും റെഗുലറായിട്ട് ഫോളോ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ മുമ്പ് എടുത്ത കാര്യങ്ങൾ അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ്. ക്ലാസ് എന്ന് ഞാൻ ഒരു പ്രാവശ്യം പെട്ടെന്ന് ഓടിച്ചത് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും എത്രത്തോളം കുട്ടികൾക്ക് ഇത് ഓടിച്ച് പറഞ്ഞു പോയത് ആയതുകൊണ്ട് എത്രത്തോളം അത് ക്യാച്ച് ചെയ്യാൻ പറ്റിയിരിക്കണോ ഇല്ലേ എന്നുള്ളത് നമുക്കൊരു സംശയമാണ്. അതിന്റെ പേരിലാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇനി ആരും തന്നെ ഒരിക്കലും ഈ പറയപ്പെട്ട സംഭവത്തിൽ നിന്ന് പിന്നിലേക്ക് പോകരുത്. പറയുന്ന കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കുക. ഞാനതൊന്നും ഇങ്ങനെ പറഞ്ഞു തരികയാണ്, ശരിക്കും ശ്രദ്ധിക്കുക. നമുക്ക് ചെയ്യാണ്ടായിരുന്ന ഹോംവർക്ക് ക്വസ്റ്റ്യൻ അടക്കം ഞാൻ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക. SSS റൂൾ എന്ന് പറയുന്ന ഒരു നിയമമാണ് ആദ്യം പഠിക്കാനുള്ളത്. ഇവിടെ ഒരു ട്രയാങ്കിൾ ഇവിടെ തന്നിട്ടുണ്ട്, ഇവിടെ മറ്റൊരു ത്രികോണവും തന്നിട്ടുണ്ട്. ഈ രണ്ട് ട്രയാങ്കിളുകളും ഈക്വൽ ആണോ, തുല്യമാണോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത്. എങ്ങനെയാണ് രണ്ട് ട്രയാങ്കിളുകൾ ഈക്വൽ ആണ് എന്ന് പറയുക? അത് പല നിയമങ്ങളുണ്ടായി. ആദ്യത്തെ റൂൾ എന്ന് പറയുന്നത് ഇതാണ്, SSS എന്ന് പറയുന്ന റൂളാണ്. നോക്കി നോക്കാം നമുക്ക് എങ്ങനെയാണ് രണ്ട് ട്രയാങ്കിളുകൾ ഈക്വൽ ആണോ അല്ലേ എന്നുള്ളത്, തുല്യമാണോ അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം പറയുന്നത്. ഞാൻ ആദ്യം ഈ ട്രയാങ്കിളുകൾക്ക് ത്രികോണത്തിന് പേരിടുകയാണ്. A എന്നിട്ടു, B എന്നിട്ടു, C എന്നിട്ടു. ഓക്കെ, അടുത്തതിന് ഞാൻ PQR എന്നിട്ടു. ചോദ്യം എന്താണ്? ABC എന്ന് പറയുന്ന ഈ ട്രയാങ്കിൾ PQR എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിനോട് ഈക്വൽ ആണോ എന്നുള്ളതാണ് ചോദ്യം. ഈ രണ്ട് ട്രയാങ്കിളും ഈക്വൽ ആണോ, തുല്യമാണോ എന്നുള്ളതാണ് ചോദ്യം. നോക്കി വെക്കുക, അതെങ്ങനെ ചെയ്യുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കി വെക്കുക. ആദ്യം ഞാനിതാ ഈ ട്രയാങ്കിൾ, ആദ്യത്തെ ട്രയാങ്കിളിന്റെ എല്ലാ സൈഡുകളും എഴുതിയെടുക്കുകയാണ്. അപ്പൊ ഞാനിതിൽ ആദ്യം ഞാനിതാ ഈ സൈഡ് ഞാൻ എഴുതുക, AB എന്ന് പറയുന്ന ആ സൈഡ് ഞാൻ എഴുതുകയാണ്. ഓക്കെ അല്ലേ? രണ്ടാമത് ഞാൻ AC എന്ന് പറയുന്ന ഈ സൈഡ് ഞാൻ എഴുതി. നിങ്ങൾക്ക് ഏതും എഴുതാട്ടോ, ഞാൻ AC എന്ന് എഴുതി. ഇനി മൂന്നാമത്തെ ഒരു സൈഡും കൂടി ഉണ്ട്, അതേതാണ്? CB എന്ന് പറയുന്ന അല്ലെങ്കിൽ BC എന്ന് പറയുന്ന മറ്റേ സൈഡ്. അങ്ങനെ മൂന്ന് സൈഡുകൾ ഞാൻ എഴുതി. ഇതിന്റെ അപ്പുറത്ത് ഒരു ഈക്വൽ ടു, സമം എന്ന് പറയുന്ന ചിഹ്നം ഞാൻ ഇട്ടു. ഇനി നമുക്ക് അടുത്തത് ശ്രദ്ധിക്കുക. ആദ്യം ഞാൻ AB എന്നല്ല എഴുതിയത്. AB എന്ന് പറയുന്നത് എത്രയാണ്? 5 സെന്റിമീറ്റർ. AB എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 ആണ്. ഇനി ഈ ട്രയാങ്കിൾക്ക് നോക്കുക. ഈ ട്രയാങ്കിളിൽ 5 ഉണ്ടോ നോക്കുക. ഉണ്ട്. ഇവിടെ ഏതാണ് വരാ? PQ എന്നുള്ളതാണ് ആ ലൈനിന്റെ പേര് അല്ലെ? അപ്പൊ ഞാൻ ABയുടെ നേരെ എന്താ എഴുതുക? PQ എന്ന് എഴുതി. കാരണം എന്താണ്? രണ്ടും എത്രയാണ്? 5 സെന്റിമീറ്റർ ആണ് എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? രണ്ടാമത്തത് AC എന്ന് പറയുന്നത് എത്രയാണ്? 4 സെന്റിമീറ്റർ. ശരിയല്ലേ? ഈ ചിത്രത്തിൽ ഇങ്ങനെ നോക്കുക. ഇവിടെ ആരാണ് 4 എന്നുള്ളത് ഇങ്ങനെ നോക്കുക. നോക്കുമ്പോ ആരാ 4? RQ എന്ന് പറയുന്ന ലൈൻ. അപ്പൊ ഞാൻ അതിന്റെ നേർക്ക് എന്ത് എഴുതും? RQ. കാരണം എന്താ? രണ്ടും 4 സെന്റിമീറ്റർ ആണ്. ഓക്കെ അല്ലേ? അടുത്തത് BC എന്ന് പറയുന്ന ലൈന്. BC എന്ന് പറഞ്ഞാൽ എത്രയാണ്? 7 ആണ്. ഇവിടേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ 7 ആരാണ്? PR എന്ന് പറയുന്ന ലൈൻ. അപ്പൊ അതിന്റെ നേരെ എന്ത് എഴുതി? PR. എത്രയാണ്? രണ്ടും എന്താണ്? 7 സെന്റിമീറ്റർ ആണ്. ആയതിനാൽ ഇപ്പൊ കണ്ടോ, ഈക്വലായി വന്നല്ലോ. എല്ലാ സൈഡുകളും ഈക്വൽ ആണ്. അതുകൊണ്ടാണ് അതിനെന്ത് പേരിട്ടത്? SSS. 3 സൈഡുകൾ ഈക്വൽ ആണ് എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെ വരുന്ന ട്രയാങ്കിളുകൾക്ക് നമുക്ക് എന്ത് എഴുതാന്നറിയോ? ത്രികോണം അല്ലെങ്കിൽ ട്രയാങ്കിൾ ABC, അതായത് ഈ ട്രയാങ്കിൾ ABC എന്ന് പറയുന്നത് ഈക്വൽ ആണ്, തുല്യമാണ്. ആരോട് തുല്യമാണ്? ത്രികോണം ട്രയാങ്കിൾ PQRനോട് തുല്യമാണ്. ഇതാണ് ട്രയാങ്കിൾ PQR, ഇതിനോട് തുല്യമാണ്. ആദ്യം ഉണ്ടായിരുന്ന ആ ട്രയാങ്കിളും ഈ രണ്ടാമത് കണ്ട PQR എന്ന് പറയുന്ന ട്രയാങ്കിളും ഇപ്പൊ എന്താണെന്ന് മനസ്സിലായി. രണ്ടും ഈക്വൽ ആണ്, തുല്യമാണ് എന്ന് മനസ്സിലായി. ഇതാണ് ആദ്യം പഠിപ്പിച്ച കൺസെപ്റ്റ്. ഇത്രേ നിങ്ങൾ ക്ലാസ്സിൽ വരുന്നതിന്റെ മുമ്പ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്, അതിന്റെ വെറൈറ്റി ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് നോട്ടിൽ എഴുതിയിട്ടുണ്ട്. അതിന്റെ ഡെഫിനിഷൻ ആണ് ഈ തന്നിട്ടുള്ളത്. ഇതും അതുപോലെ തന്നെ ആംഗിളുമായി ബന്ധപ്പെട്ട് ക്ലാസ്സിൽ എടുത്തിരുന്ന ഒരു പ്രധാനപ്പെട്ട സെക്ഷനാണ്. ഓക്കെ, അങ്ങനെ ഇതിന്റെ മറ്റുള്ള ചോദ്യങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇവിടെ രണ്ട് ട്രയാങ്കിളുകൾ ഉണ്ട്. ഈ രണ്ട് ട്രയാങ്കിളുകൾ ഈക്വൽ ആണോ അല്ലെന്നോ നമുക്ക് നേരത്തെ ചെക്ക് ചെയ്ത പോലെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എങ്ങനെ ചെക്ക് ചെയ്യാം? ആദ്യം ഞാനിതാ ഈ ട്രയാങ്കിളിന്റെ എല്ലാ സൈഡുകളും താഴത്തേക്ക് എഴുതിയെടുത്തു. ഇവിടെ എന്തുണ്ട്? AB എന്ന് പറഞ്ഞ സൈഡ് ഉണ്ട് അല്ലെ? AB എന്ന് പറഞ്ഞ സൈഡ് ഞാൻ താഴത്തേക്ക് എഴുതി. അതേപോലെ തന്നെ ഇവിടെ ആരുണ്ട്? AC എന്ന് പറയുന്ന സൈഡ് ഉണ്ട്, അതും ഞാൻ താഴത്തേക്ക് എഴുതി. പിന്നെ ആരുണ്ട്? ഇവിടെ BC എന്ന് പറയുന്ന ഈ സൈഡ് ഉണ്ട്, അതും ഞാൻ എന്താവാണ്?
താഴത്തേക്ക് എഴുതുകയാണ്. ബി സി എന്ന് പറയുന്ന സൈഡും ഞാൻ താഴത്തേക്ക് എഴുതി. അതിനുശേഷം എല്ലായിടത്തും ഞാൻ ഈക്വൽ ടു. ഇപ്പൊ ഈ ട്രയാങ്കിളുടെ എല്ലാ സൈഡും ഞാൻ എഴുതി. ഇനി ഞാൻ ഇപ്പുറത്തെ സൈഡ് നമുക്ക് നോക്കുകയാണ്. ശരിക്കും ശ്രദ്ധിക്കുക. രണ്ടാമത്തെ പി ക്യു ആർ എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിലേക്ക് ഞാൻ നോക്കുകയാണ്. പി ക്യു ആർ എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിൽ എ ബി എത്രയാണ്? 3 സെന്റിമീറ്റർ അല്ലേ എ ബി എന്ന് പറഞ്ഞാൽ? ഇവിടെ 3 ആരാണ്? പി ആർ എന്ന് പറഞ്ഞ ലൈനാണല്ലോ. അപ്പൊ ഞാൻ അതിന്റെ നേർക്ക് എന്ത് എഴുതി? അത് എഴുതി. അതാണ് 3 സെന്റിമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്തത് എ സി എന്ന് പറയുന്ന ലൈൻ എത്രയാണ്? 5. എ സി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5. ഈ ചിത്രത്തിലേക്ക് ഇങ്ങനെ നോക്കുക. പി ക്യു ആർ എന്ന് പറഞ്ഞ ട്രയാങ്കിൾ നമുക്ക് നോക്കുമ്പോൾ 5 ആരാണ്? ആർ ക്യു എന്ന് പറയുന്ന ഈ ലൈൻ അല്ലേ? ആർ ക്യു എന്ന് പറയുന്ന ഈ ലൈനാണ് എന്തെന്ന് പറയുന്നത്? 5. അപ്പൊ ഞാൻ എന്ത് എഴുതി? എ സിയുടെ സ്ഥാനത്ത് ഇവിടെ എന്ത് എഴുതി? ആർ ക്യു എന്ന് എഴുതി. കാരണം അതെന്താണ്? 5 സെന്റിമീറ്റർ ആണ്. അടുത്തത് ബി സി ആണ്. ബി സി എന്ന് പറയുന്നത് ഇതാക്കണം. ബി സി അത് എത്രയാണ്? 6 സെന്റിമീറ്റർ ആണ്. ഇവിടെ ആരാ 6 വരുന്നത്? പി ക്യു ആണ്. അപ്പൊ അതിന്റെ നേരെ ഞാൻ എന്താണ് എഴുതേണ്ടത്? പി ക്യു ആണ്. കാരണം ഞാൻ ബ്രാക്കറ്റിൽ എഴുതി. രണ്ടും എന്താണ്? 6 സെന്റിമീറ്റർ ആണ്. ഇപ്പൊ എനിക്ക് എന്ത് പറയാൻ പറ്റുമെന്നറിയോ? ആദ്യം നമ്മൾ കണ്ട എ ബി സി എന്ന് പറയുന്ന ഈ ട്രയാങ്കിളും രണ്ടാമത് കണ്ട പി ക്യു ആർ എന്ന് പറയുന്ന ഈ ട്രയാങ്കിളും ഈക്വൽ ആണ് എന്ന് പറയാൻ പറ്റും. അപ്പൊ അതെങ്ങനെ എഴുതുക നോക്കട്ടോ? ട്രയാങ്കിൾ എ ബി സി, അതായത് ഈ ട്രയാങ്കിൾ ആരോട് തുല്യമാണ്? ആരോട് ഈക്വൽ ആണ്? രണ്ടാമത് നമ്മൾ കണ്ട പി ക്യു ആർ എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിനോട് തുല്യമാണ് എന്ന് നമുക്ക് മനസ്സിലായി. ഇതാണ് ആദ്യം നമ്മൾ പഠിച്ച കൺസെപ്റ്റ്. അതുപോലെ തന്നെ ഇവിടെ മറ്റു ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ആ ചോദ്യങ്ങളൊക്കെ അതുപോലെ തന്നെ ചെയ്യാം. ഇത് 2 ട്രയാങ്കിൾ ആയിട്ട് ഇങ്ങനെ തന്നു എന്ന് അത്രേ ഉള്ളൂ. ഇതേപോലെ ചെയ്ത പോലെ തന്നെയാണ് ഇതും ചെയ്യേണ്ടത്. അത് നോട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമുക്ക് ഇതിന്റെ അടുത്ത ചോദ്യങ്ങൾ ഇന്ന് നമ്മൾ നോട്ടിൽ ചെയ്ത ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങളൊന്ന് പെട്ടെന്ന് ഞാൻ ഓടിച്ചു പോവാം. നിങ്ങൾ ക്ലാസ് ഉണ്ടായിരുന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പെട്ടെന്നൊന്ന് ഓടിച്ചു പോവുക. ശരിക്കും ശ്രദ്ധിക്കുക. എ ബി എന്ന് പറയുന്ന സൈഡ് 6 ആണ്. എ സി എന്ന് പറയുന്ന സൈഡ് 4 ആണ്. ബി സി എന്ന് പറഞ്ഞ സൈഡ് 5 തന്നിട്ടുണ്ട്. ഇപ്പുറത്തും അതുപോലെ തന്നെ തന്നിട്ടുണ്ട്. ഇത് ഏത് കൺസെപ്റ്റുമെന്നറിയോ? രണ്ടാമത് നമ്മൾ ഇവിടെ ഈ രണ്ടാമത്തെ ഒരു സംഗതി ഉണ്ടല്ലോ, ഇതൊന്ന് വായിച്ചു നോക്കുക. വായിക്കാത്ത ആൾക്കാർ ഈ സംഭവം ഒന്ന് വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയിട്ട് അതുമായി ബന്ധപ്പെട്ട സംഭവം, ആംഗിളുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അതെങ്ങനെ കണ്ടെത്തുക എന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് ക്ലാസ്സിൽ നിന്ന് പറഞ്ഞു തരുന്നു. ശരിക്കും ഒരു വട്ടം കൂടി പറയാ, ശരിക്കും ശ്രദ്ധിക്കുക കേട്ടോ. ഇവിടെ നോക്കി നോക്കിട്ടോ, ഓരോ ആംഗിളുകൾ ഏതൊക്കെയാണ് ഈക്വലി എന്നുള്ളത് പെയർ നോക്കട്ടെ. പക്ഷെ ചോദ്യം ആദ്യം നമ്മൾ ശ്രദ്ധിക്കുക. ഇൻ ഈച്ച് പെയർ ഓഫ് ട്രയാങ്കിൾസ് ബിലോ ഫൈൻഡ് ആൾ പെയർസ് ഓഫ് മാച്ചിങ് ആംഗിൾസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ആംഗിൾസ് എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ലൈനുകൾ ഏത് എന്നല്ല ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കിയൊക്കെ എ സി എന്ന് പറയുന്ന ലൈനിനോട് ഈക്വൽ ആയിട്ട് വരുന്നത് ഏതാണ്? എ സി 4 ആണല്ലോ. അതേതാണ്? ക്യു ആർ എന്ന് പറയുന്ന ലൈനാണ്. പക്ഷെ അത് എഴുതാനാണോ പറഞ്ഞിരിക്കുന്നത്? അല്ല. കുറെ കുട്ടികൾ പരീക്ഷയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഓർമ്മ 8ാം ക്ലാസ്സിലെ കുറച്ച് കുട്ടികൾ തെറ്റിച്ച് വന്നിരുന്ന ഒരു കാര്യം അതാണ്. എന്ത്? എ സി എന്ന് പറയുന്നത് 4 സെന്റിമീറ്ററാ. എന്നിട്ട് ആ കുട്ടി എന്ത് എഴുതുന്നറിയോ? ഈ ചോദ്യത്തിന്റെ ഉത്തരം നമ്മൾ നേരത്തെ ചെയ്ത പോലെ എ സി എന്നുള്ളതിന് 4 ശരിയല്ലേ? എ സി എന്നുള്ളത് 4 ആണ്. അതേപോലെ തന്നെ എ സിക്ക് ഈക്വൽ ഇവിടെ ആരാണ്? ആർ ക്യു ആണ് എന്ന് എഴുതി വരും. പക്ഷെ ഇത് തെറ്റാ. ഇതാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്? അല്ല, ആംഗിളുകളാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആംഗിൾ എന്നുള്ള വാക്കിന് അടിവരട്ടിട്ട് തന്നെ പഠിക്കുക. ഇവിടെ കോണുകൾ എഴുതാൻ പറഞ്ഞിരിക്കണം. അപ്പൊ അതെങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് പഠിപ്പിച്ചിരുന്നത്. നോക്കാം നമുക്ക് അതെങ്ങനെ ചെയ്യാന്നുള്ളത്. ശരിക്കും ശ്രദ്ധിക്കുക. ഇതും മുമ്പ് ചെയ്ത പോലെ തന്നെ ഉള്ളൊരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് ഇതും ചെയ്യേണ്ടത്. ശരിക്കും ശ്രദ്ധിക്കുക. ആദ്യം ഈ ട്രയാങ്കിൾ എടുക്കുക. എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുക്കുക. എ ബി സി എന്ന് പറഞ്ഞ ട്രയാങ്കിളിൽ എത്ര ആംഗിളുകൾ ഉണ്ട്? 3 എണ്ണം. ആരൊക്കെയാണത്? ആംഗിൾ എ ഉണ്ട്, ആംഗിൾ ബി ഉണ്ട്, ആംഗിൾ സി ഉണ്ട്. ശരിയല്ലേ? കോൺ എ, കോൺ ബി, കോൺ സി. ഈ പറയപ്പെടുന്ന 3 ആംഗിളുകളാണ് അതിനുള്ളത്. അപ്പൊ അത് ഞാൻ നോക്കട്ടെ. ഇവിടെ ഞാനത് ഇങ്ങനെ എടുത്ത് എഴുതി വെച്ചു. ആംഗിൾ എ എഴുതി, ആംഗിൾ ബി എഴുതി, ആംഗിൾ സി എഴുതി. ഈക്വൽ ടു ഈക്വൽ ടു ഈക്വൽ ടു. നേരത്തെ ചെയ്ത് അതേപോലെ തന്നെ നേരത്തെ സൈഡുകളാണ് എഴുതിയത്. ഇപ്പൊ ഞാൻ എന്താണ് എഴുതിയത്? ആംഗിളാ ചോദിച്ചിരിക്കണം. അപ്പൊ ആംഗിൾ എഴുതി. ആംഗിൾ എക്ക് ഈക്വൽ ആയിട്ടുള്ള ആംഗിൾ ഇപ്പുറത്തുണ്ട്. ആരാണത് എന്നുള്ളതാണ് കണ്ടെത്തേണ്ടത്. അല്ലെ? ആംഗിൾ എക്ക് ഈക്വൽ ആയിട്ട് വരുന്ന, തുല്യമായി വരുന്ന മറ്റൊരു ആംഗിൾ ഈ ട്രയാങ്കിളിൽ പി ക്യു ആർ എന്ന് പറയുന്ന ആ ട്രയാങ്കിളിൽ ഉണ്ട്. അതാര് എന്നുള്ളതാണ് കണ്ടെത്തുന്നത്. ശരിക്കും ശ്രദ്ധിക്കുക. നേരെ നോക്കിട്ടോ. കൺസെപ്റ്റുകൾ ക്ലിയർ ആക്കിയിട്ട് തന്നെ പോവുക. എങ്ങനെയാണ് അത് കണ്ടെത്തുക എന്നുള്ളത് നമുക്കിത് അവിടെ കണ്ടെത്താൻ പോവാണ്. ശരിക്കും നോക്കിക്കോ. ഇവിടെ ആംഗിൾ എ എന്ന് പറയുന്നത് 5ന്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ? ശരിക്കും ശ്രദ്ധിക്കുക. നോക്കി എന്താ പറഞ്ഞത്? 5 എന്ന് പറയുന്ന ഈ വരയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് വരുന്നത് ആംഗിൾ എ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 5 എന്ന് പറയുന്ന ലൈൻ ഇതല്ലേ?
ഇവിടെ 5 എന്ന് പറയുന്ന ഈ ലൈൻ ഇതല്ലേ, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ആരാണ്? 6 അല്ലേ? ഒന്നുകൂടി പറഞ്ഞാൽ ശരിക്കും നോക്കിക്കോ, 5 എന്ന് പറയുന്ന വരയുടെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ ആരാ ഉള്ളത്? 6. അപ്പൊ ആംഗിൾ എക്ക് ഈക്വൽ ആയിട്ട് വരുന്ന ആൾ ആരാണ്? ആംഗിൾ 6 ആണ്. അടുത്തത് പറയുമ്പോൾ ഒന്നുകൂടി ക്ലിയർ ആവും. അടുത്ത രണ്ടാമത്തെ പറയുമ്പോൾ ആംഗിൾ ബിന്റെ കാര്യം എങ്ങനെ കണ്ടെത്തുക എന്നുള്ളത് നോക്കിക്കോ. ആംഗിൾ ബി, ഇത് എവിടെ ആംഗിൾ ബി? ഇതാണ് ആംഗിൾ ബി, കോൺ ബി അല്ലെ? കോൺ ബി എന്ന് പറയുന്നത് ആരുടെ ഓപ്പോസിറ്റ് ഉള്ള ആളാ? 4ന്റെ ഓപ്പോസിറ്റ് ഉള്ള ആളാ, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ 4ന്റെ ഓപ്പോസിറ്റ് ആരാ നോക്കുക. 4ന്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ ആരാണ്? ആംഗിൾ പി ആണ്. അപ്പൊ എന്ത് എഴുതി ഞാനിവിടെ? ആംഗിൾ പി എന്ന് എഴുതി. സിമ്പിൾ ആണ്, എളുപ്പ. അടുത്തത് നോക്കി നോക്കാം നമുക്ക്. മൂന്നാമത്തെ കൂടി കണ്ടെത്തുമ്പോൾ കൂടുതൽ വ്യക്തമാവും നമുക്ക് കാര്യങ്ങൾ. നോക്കി നോക്കട്ടോ. അടുത്തത് ആംഗിൾ സി, ഇതാണ് ആംഗിൾ സി. ആംഗിൾ സി എന്ന് പറയുന്നത് 6ന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ആളല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ 6ന്റെ നേരെ ഓപ്പോസിറ്റ് ആരാ വരുന്നത്? ക്യൂ. അപ്പൊ ആംഗിൾ സിന്റെ നേർക്ക് എന്ത് എഴുതിയാൽ മതി? ആംഗിൾ ക്യൂ. ഇവർ രണ്ടാളും ഈക്വൽ ആയി, ഇത്രയായി, ഫുൾ മാർക്കായി. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതുപോലെ ഈ ഒരു കാര്യം, ഇത് അടിയിലുള്ള ഈ ചിത്രത്തിലുള്ളത് നമ്മൾ ക്ലാസ്സിൽ നിന്ന് നിങ്ങളെ കൊണ്ട് സ്വയം ചെയ്യിപ്പിച്ചിട്ട് ഒട്ടുമിക്ക കുട്ടികളും 95% കുട്ടികളും കൃത്യമാക്കിയതായിരുന്നു. അപ്പൊ അത് നിങ്ങൾക്ക് ഈ ഒരു കൺസെപ്റ്റ്, മുമ്പ് പറഞ്ഞ കൺസെപ്റ്റ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ചോദ്യമാണ്. അത് നിങ്ങൾ ഒരിക്കൽ കൂടി എന്താവുക, വീട്ടിലിരുന്ന് ശരിക്കും ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. അടുത്തൊരു ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇതിന്റെ ഒരു ഹൈ ലെവൽ ചോദ്യമാണ്, ഒരു കൂടി ഐറ്റം ചോദ്യമാണ് ഇതിന്റെ. എങ്ങനെയാണ് അത് കണ്ടെത്തുക? ഇത് പഠിക്കാൻ ഞാനൊരു പ്രത്യേക ട്രിക്ക് വരെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് അത് പഠിക്കുക എന്നുള്ളത് ശരിക്കും ശ്രദ്ധിച്ചിട്ടോ. ഇവിടെ ഓരോ ലൈൻ, ഇവിടെ എ ബി എന്ന് പറയുന്ന ലൈൻ ഉണ്ട്, അതേപോലെ തന്നെ എ സി എന്ന് പറഞ്ഞ ലൈൻ ഉണ്ട്, ബി സി എന്ന് പറഞ്ഞ ലൈൻ ഉണ്ട്. ഇപ്പുറത്ത് പി ക്യു ആർ എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ ഉണ്ട്. ആദ്യം നമ്മളോട് ചോദിച്ചത് എന്താണെന്നറിയോ? ത്രികോണം എ ബി സിയിലെ ആംഗിൾ സി എത്രയാണ് എന്ന് കണ്ടെത്തണം ആദ്യം. ട്രയാങ്കിൾ എ ബി സി, ഇതാണ് എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ. അതിൽ ആംഗിൾ സി ഏതാണ് എന്നാണ് ആദ്യം കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് കണ്ടെത്തുകയാണ് നമുക്ക്. അത് ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഒരു ട്രയാങ്കിളിന്റെ ഉള്ളിലത്തെ എല്ലാ കോണുകളും കൂട്ടിക്കഴിഞ്ഞാൽ, എല്ലാ ആംഗിളും കൂട്ടിയാൽ എത്ര കിട്ടേണ്ടത്? എത്രയാണ്? 180 ആണ് കിട്ടേണ്ടത്, ശരിയല്ലേ? ഇവിടെ നോക്കി വെക്കാൻ നമുക്ക്. ഇവിടെ 60 ഓൾറെഡി ഉണ്ട്, ഇവിടെ 40 ആയി. 60ഉം 40ഉം എത്രയായി? 100 ആയി, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര വേണ്ടുള്ളൂ? ഇനി 180ക്ക് ഓൾറെഡി 100 ആയി, 180ക്ക് എത്ര വേണ്ടത്? 80 മതി. അപ്പൊ ഈ ആംഗിൾ എത്രയാണ്? 80 എന്ന് കിട്ടി. ആദ്യത്തിന്റെ ഉത്തരമായി. അപ്പൊ ഞാനിവിടെ എഴുതി തരാം. ആംഗിൾ സി എത്രയെന്ന് കിട്ടി? 180 ഡിഗ്രി എന്ന് കിട്ടി. ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ഞാൻ പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റ് ശ്രദ്ധിക്കുക. ഈ കൺസെപ്റ്റ് മനസ്സിലായെങ്കിലേ നിങ്ങൾക്ക് അടുത്ത ചോദ്യം ചെയ്യാൻ പറ്റുള്ളൂ. നോക്കാം നമുക്ക് എങ്ങനെയാന്നുള്ളത്. ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ സൈഡുകളുടെ നീളം, ഓക്കെ, ഇവിടെ സൈഡുകളുടെ നീളം നമുക്ക് എന്തായിട്ടുണ്ട്? തന്നിട്ടില്ല. ശ്രദ്ധിക്കുക, ഇവിടെ സൈഡുകളുടെ നീളം തന്നിട്ടില്ല. മുമ്പത്തെ ചോദ്യത്തിൽ എന്തുണ്ടായിരുന്നു? എ ബി 5 ആണ്, അല്ലെങ്കിൽ എ ബി 6 ആണ്, അങ്ങനെയാണെങ്കിൽ ഇപ്പുറത്ത് 6 എവിടെയാണെന്ന് അങ്ങനെയൊക്കെ നോക്കി കണ്ടുപിടിക്കാൻ പറ്റിയിരുന്നു. പക്ഷെ ഇവിടെ അതിനുള്ള സംവിധാനം ഉണ്ടോ? ഇല്ല. ഇവിടെ എന്തുള്ളൂ തന്നിട്ടെന്നറിയോ? ഇവിടെ തന്നിക്കുന്നത് എ ബി ഈക്വൽ ടു ക്യു ആർ, ബി സി സമം പി ആർ, സി എ സമം പി ക്യു, ഇങ്ങനെ തന്നിട്ടുള്ളത്. ഈ രൂപത്തിലാണ് ചോദ്യം തന്നിക്കുന്നത് എങ്കിൽ, ഇങ്ങനെയാണ് പരീക്ഷയ്ക്ക് ചോദ്യം വരുന്നത് എങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ ട്രിക്ക് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോക്കി നോക്കാം നമുക്ക്. ശരിക്കും ശ്രദ്ധിക്കുക, നല്ല പോലെ ശ്രദ്ധിക്കുക. എങ്ങനെയാണ് ഇത് ചെയ്യുക എന്നുള്ളത് ഇവിടെ ഞാനിതാ വിശദീകരിക്കുക. നേരെ നോക്കുക. എ ബി എന്ന് പറയുന്നത് ക്യു ആറിനോട് ഈക്വലാണ്. അപ്പൊ ഞാൻ തൽക്കാലം എ ബി എന്ന് പറയുന്ന ഈ വര, ഇതല്ലേ എ ബി എന്ന് പറഞ്ഞ വര, അത് ആരോട് ഈക്വലാണ്? ക്യു ആറിനോട് ഈക്വൽ ആണ് എന്നല്ലേ പറഞ്ഞപ്പോ നോക്കിക്കോട്ടെ. ഞാൻ എന്താ കാട്ടുന്ന നോക്കോ, എ ബിന്റെ ഇവിടെ ഞാൻ 1 എന്ന് ഇട്ടിച്ചു, വെറുതെ ഒരു 1 എന്നുള്ള നമ്പർ ഇട്ടിച്ചു. അങ്ങനെയാണെങ്കിൽ എ ബി 1 ആണെങ്കിൽ ക്യു ആറും എത്ര തന്നെ ആയിരിക്കും വരിക? ചോദ്യത്തിൽ നോക്കി നോക്കാം. എ ബി എന്ന് പറയുന്നത് ആരോട് തുല്യമാണ്? ക്യു ആറിനോട് ഈക്വല. എ ബി എന്നുള്ളതിന് ഞാൻ 1 എന്ന് കൊടുത്താൽ ക്യു ആർ എന്ന് പറഞ്ഞാൽ അതും എത്ര തന്നെ ആയിരിക്കും വരിക? 1 തന്നെ ആയിരിക്കും വരിക. അടുത്തത് നോക്കി നോക്കാം, അപ്പൊ ഒന്നുകൂടി ക്ലിയർ ആവും. ഇവിടെ ബി സി എന്നുള്ളത് ആർ പിയോട് തുല്യാണ്. ബി സി എന്ന് പറഞ്ഞാൽ ആരോട് തുല്യാണ്? ആർ പിയോട് തുല്യാണ്. അപ്പൊ ഞാൻ ഇവിടെ നോക്കട്ടോ, ബി സി എന്ന് പറയുന്ന ഈ വര, ഈ ലൈന് ആർ പിയോട് ഈക്വൽ ആണ്, ആർ പിയോട് തുല്യ എന്നാ പറഞ്ഞത്. അപ്പൊ നോക്കട്ടെ, ഞാൻ എഴുതി നോക്കോ, ബി സി എന്നുള്ളതിന് ഞാൻ വെറുതെ 2 എന്ന് കൊടുത്തു. ഒരു സെക്കൻഡ്, ഓക്കെ ഇതാ ബി സി എന്നുള്ളതിന് ഞാൻ ജസ്റ്റ് 2 എന്ന് കൊടുത്തു. ബി സി ആരോടാണ് ഈക്വല്? ആർ പിയോടാണ്. ഏതാണ് ആർ പി? ഇതാണ് ആർ പി. അപ്പൊ ആർ പിന്റെ അവിടെ ഞാൻ എന്ത് കൊടുക്കുക? ജസ്റ്റ് 2 എന്ന് കൊടുക്കുക. രണ്ടും ഈക്വൽ ആണല്ലോ. അപ്പൊ രണ്ടും ഞാൻ അവിടെ 2 എന്ന് കൊടുത്തു. അടുത്തത് നോക്കി നോക്കാം നമുക്ക്. അടുത്തെന്താ? സി എ ആരോട് ഈക്വൽ ആണ്? പി ക്യു എന്നുള്ളതിനോട് ഈക്വലാ. സി എ ആരോട് ഈക്വൽ ആണ്? പി ക്യു എന്നുള്ളതിനോട് ഈക്വൽ. എങ്ങനെ കണ്ടെത്താൻ നോക്കട്ടോ? സി എ, ഇതല്ലേ സി എ.
ഓക്കെ സി എ ആരോട് ഈക്വൽ ആണ്? പി ക്യുവിനോട് ഈക്വൽ. അതാണ് പി ക്യു അല്ലെ. അപ്പൊ നോക്കിക്കോട്ടെ, ഞാൻ സി എന്റെ സ്ഥാനത്ത് 3 എന്ന് കൊടുത്തു. സി എ 3 ആണെങ്കിൽ പി ക്യുവും എത്രയാണ്? 3. അപ്പൊ രണ്ടിനും ഞാൻ എന്ത് കൊടുത്തു? 3 എന്ന് കൊടുത്തു. ഇനിയാണ് കളി കിടക്കുന്നത്. ഇനിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവം ചെയ്യേണ്ടത്. ഇനി അടുത്തത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ട്രയാങ്കിൾ ഞാൻ എടുത്തു. എ ബി സി എന്ന് പറയുന്ന ആ ട്രയാങ്കിളിന്റെ എല്ലാ ആംഗിളുകളും ഞാൻ എഴുതി വെക്കുക. ആംഗിൾ എ ഉണ്ട്, ആംഗിൾ ബി ഉണ്ട്, ആംഗിൾ സി ഉണ്ട്. ഇതിനോടൊക്കെ സമമായിട്ട് വരുന്ന ആംഗിളുകൾ ഇപ്പുറത്തുണ്ട്. അത് എഴുതാനാണ് ചോദ്യം. ശരിയാണ്, നോക്കട്ടോ. ആംഗിൾ എ എന്ന് പറയുന്നത് ഇതല്ലേ? ആംഗിൾ എ എന്ന് പറഞ്ഞാൽ എത്രയാ? 40 ഡിഗ്രിയാ. എടാ, അത് ആരുടെ ഓപ്പോസിറ്റാ വരുന്നത്? രണ്ടിന്റെ ഓപ്പോസിറ്റ് എത്രയാ വന്നത്? 40 ഡിഗ്രി. രണ്ടിന്റെ ഓപ്പോസിറ്റ് എത്രയാ വന്നത്? 40 ഡിഗ്രിയാണ്. അപ്പൊ ശ്രദ്ധിക്കുക, രണ്ടിന്റെ ഓപ്പോസിറ്റ് 40 ഡിഗ്രി എന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ രണ്ടിന്റെ ഓപ്പോസിറ്റ് നേരെ ആരാണ് വരിക? എത്രയാ വരിക? ഇത് 40 ഡിഗ്രിയാണ് വരിക. ശ്രദ്ധിക്കുക, എന്താ പറഞ്ഞത്? രണ്ടിന്റെ ഓപ്പോസിറ്റ് 40 ഡിഗ്രി ആണെങ്കിൽ ഇവിടെയും ഈ രണ്ടിന്റെ നേരെ ഓപ്പോസിറ്റ് എത്രയായിരിക്കും വരിക? 40 ഡിഗ്രി ആയിരിക്കും വരിക. ക്ലിയർ അല്ലേ? അടുത്തത് നോക്കി നോക്കാം നമുക്ക്. അടുത്തത് ഇവിടെ 60 ഡിഗ്രി ഉണ്ട് അല്ലേ? 60 ഡിഗ്രി ആരുടെ ഓപ്പോസിറ്റാ? 3ന്റെ ഓപ്പോസിറ്റ് അല്ലേ 60 ഡിഗ്രി എന്ന് പറഞ്ഞാല്? 3ന്റെ ഓപ്പോസിറ്റ് ആണ് 60 ഡിഗ്രി. ഇവിടെ നോക്കി നോക്കാം, 3 എന്ന് പറയുന്ന ഈ നമ്പറിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഈ ആംഗിൾ അപ്പൊ എത്രയായിരിക്കും വരിക? 60 ഡിഗ്രി ആയിരിക്കും വരിക. ഓക്കെ അല്ലേ? നോക്കട്ടെ, എങ്ങനെ കണ്ടെത്തിയത്? ശരിക്കും നോക്കിക്കോ. 3 എന്ന് പറയുന്ന 60 ഡിഗ്രി ഇവിടെ ഉണ്ട്. ഈ 60 ഡിഗ്രി എന്ന് പറയുന്നത് ആരുടെ ഓപ്പോസിറ്റാ? 3ന്റെ ഓപ്പോസിറ്റ് ആണ്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ 3 എന്ന് പറയുന്ന ലൈൻ ഇതാണ്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് എത്രയുള്ളത്? 60 ഡിഗ്രിയാണ്. അടുത്തത് നോക്കി നോക്കാം നമുക്ക്. ഇവിടെ 2, ഇനി അടുത്തത് ഏതായത്? 80 അല്ലെ? 80 എന്ന് പറയുന്നത് ആരുടെ ഓപ്പോസിറ്റാ? 1ന്റെ ഓപ്പോസിറ്റാ. ശരിയല്ലേ? 80 എന്ന് പറയുന്നത് ഇത് ആരുടെ ഓപ്പോസിറ്റ് ആണ്? 1 എന്ന് പറയുന്ന വരയുടെ ഓപ്പോസിറ്റാ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എവിടെ ഒന്നുള്ളത്? ഇതാ ഇവിടെ 1 ഇതാ ഇവിടെ. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ആര് വരിക? 80 ഡിഗ്രി വരിക. കാരണം ഇവിടെ നോക്കിയേക്കാം, 1ന്റെ ഓപ്പോസിറ്റ് ആണ് 80 വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെയും എന്തെന്നായിരിക്കും വരിക? 1ന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും വരിക? 80 ആയിരിക്കും വരിക. കണ്ടോ? ഇപ്പൊ എല്ലാ ആംഗിളും കിട്ടിയില്ലേ? എല്ലാ ആംഗിളും കിട്ടി. നോക്കാം നമുക്ക് ഇവിടെ ആംഗിൾ എ. ഇനി ഇതിന്റെ ഉത്തരം ഞാൻ താഴ്ത്തി എഴുതാം. ആംഗിൾ എ എന്ന് പറയുന്നത് എത്ര? ഇവിടെ ആംഗിൾ എ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 40. ഇവിടെ അതിനോട് ഈക്വൽ ആരാണ്? ആംഗിൾ ക്യൂ ആണ്, കോൺ ക്യൂ ആണ്. അപ്പൊ ഞാൻ അതിന്റെ നേരെ അപ്പുറത്ത് എന്ത് ചെയ്തു? കോൺ ക്യൂ. രണ്ടും എത്രയാണ്? 40 ഡിഗ്രിയാണ്. അടുത്തത് നോക്കട്ടെ, ഇവിടെ ആംഗിൾ ബി എത്ര ഡിഗ്രിയാ? 60 ആണ് അല്ലെ? ആംഗിൾ ബി എത്രയാണ്? 60 ആണ്. ഇവിടെ ആരാ 60? ആംഗിൾ ആർ. കണ്ടോ? അപ്പൊ ഞാൻ അതിന്റെ നേരെ എന്ത് ചെയ്തു? ആംഗിൾ ആർ. രണ്ടും എത്രയാണ്? 60 ഡിഗ്രിയാണ്. അടുത്ത ചോദ്യം നോക്കി നോക്കാം നമുക്ക്. ഇവിടെ അടുത്ത ഡിഗ്രി ആംഗിൾ സി. ആംഗിൾ സി എത്രയാണ്? 80 ഡിഗ്രി. ഇവിടെ 80 ആരാണ്? ആംഗിൾ പി. അപ്പൊ അതിന്റെ നേർക്ക് എന്ത് എഴുതും? അത് എഴുതും ആംഗിൾ പി. രണ്ടും എത്ര ഡിഗ്രിയാണ്? 80 ഡിഗ്രി. കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. ഇതാണ് അതിന്റെ ഉത്തരം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അടുത്ത ചോദ്യം ശരിക്കും ശ്രദ്ധിക്കുക. ഈ ചോദ്യം ഞാൻ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. മുമ്പ് ചെയ്ത അതേപോലെ തന്നെയുള്ള ഒരു ചോദ്യമാണ്. ഇത് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യണില്ല. ഇതാണ് ഹോംവർക്ക് തന്നിരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്. ഈ ചോദ്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ ചോദ്യം മാത്രം എഴുതി വരാൻ വേണ്ടി പറഞ്ഞിരുന്ന ഒരു ചോദ്യമാണ്. നിങ്ങളിതാ ഈ സംഭവം ഇതൊന്ന് ചെയ്യുക. ഇതെങ്ങനെ ചെയ്യാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ശരിക്കും ശ്രദ്ധിച്ചോ. ഇതാ ഇവിടെ ആംഗിൾ എ എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. ഓക്കെ അല്ലേ? ആംഗിൾ ക്യൂ എന്നുള്ളത് 70 ഡിഗ്രി എന്നും തന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ അതേ മെത്തേഡാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. എന്താണ് ആ മെത്തേഡ്? നോക്കി കേട്ടോ. എ ബി എന്ന് പറയുന്ന വര ആരോട് ഈക്വൽ ആണ്? ക്യു ആർ എന്ന് പറയുന്ന ലൈനിനോട് ഈക്വലാ. നോക്കിക്കോട്ടെ, എ ബി എന്ന് പറയുന്ന ഈ വര ആരോട് ഈക്വലാ? ക്യു ആർ എന്ന് പറയുന്ന ഈ ലൈനിനോട് ഈക്വൽ ആണ്. അപ്പൊ ഞാൻ എ ബിക്ക് ഞാൻ താഴത്ത് 1 എന്ന് കൊടുത്തു. എ ബിക്ക് എത്ര കൊടുത്തത്? 1 എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ക്യു ആറിന്റെ നേർക്കും ഞാൻ എന്ത് കൊടുക്കണം? ക്യു ആറും തൽക്കാലം ഞാൻ എന്തെന്നെ കൊടുക്കുക? 1 എന്ന് തന്നെ കൊടുക്കും. ഓക്കെ. അടുത്തത് നോക്കിക്കട്ടോ. അടുത്ത ഭാഗം ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്. ബി സി എന്നുള്ളത് പി ക്യൂവിനോട് ഈക്വലാ. എവിടെ? ബി സി. ഇതാണ് ബി സി. അപ്പൊ ഞാൻ ഇതിന് 2 എന്ന് കൊടുത്തു. എടാ, ബി സി 2 ആണെങ്കിൽ പി ക്യൂവിനും ഞാൻ എന്തെന്നെ കൊടുക്കണം? 2 എന്ന് തന്നെ കൊടുക്കണ്ടേ? അപ്പൊ ഞാൻ നോക്കിക്കട്ടോ, പി ക്യൂ എന്നുള്ളതിന് ഞാൻ എന്ത് കൊടുക്കുകയാണ്? 2 എന്ന് കൊടുത്തു. അടുത്ത ഭാഗം നോക്കിക്കട്ടോ. അടുത്തത് എന്താ തന്നിരിക്കുന്നത്? സി എ എന്നുള്ളത് ആർ പിയോട് ഈക്വൽ ആണ്. ശരിക്കും ശ്രദ്ധിക്കുക. എവിടെ സി എ? ഇതില് ഇതാണ് സി എ അല്ലെ? അപ്പൊ ഞാൻ അതിന് 3 എന്ന് കൊടുത്തു. ഇവിടെ സി എനോട് ഈക്വൽ ആരാ? ആർ പി ആണ്. എവിടെ ആർ പി ഉള്ളത്? ഇവിടെയാണ് ആർ പി. അപ്പൊ ഞാൻ അതിനും എന്തെന്നെ കൊടുക്കുക? 3 എന്ന് കൊടുക്കുക. ഓക്കെ അല്ലേ?
ഈ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇതിന്റെ ഉള്ളിലത്തെ എല്ലാ ആംഗിളുകളും കണ്ടെത്താനാണ് ചോദ്യം ഉള്ളത്. വളരെ എളുപ്പം, വളരെ ഈസി ആയിട്ട് നമുക്ക് അത് എന്താക്കാൻ പറ്റും, കണ്ടെത്താൻ പറ്റും. ശരിക്കും ശ്രദ്ധിക്കുക, നേരെ നോക്കിക്കട്ടോ. ഇവിടെ 3ന്റെ നേരെ ഓപ്പോസിറ്റ് എത്ര വരേണ്ടത്? 70 ഡിഗ്രിയാണ് അല്ലെ. ഇവിടെ 3ന്റെ നേരെ ഓപ്പോസിറ്റ് എത്ര വരേണ്ടത്? 70 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിലും 3ന്റെ നേരെ ഓപ്പോസിറ്റ് എത്ര ഡിഗ്രിയാണ് വരേണ്ടത്? 70 ഡിഗ്രിയാണ് വരേണ്ടത്. ഓക്കെ അല്ലേ? അടുത്ത ഭാഗം നോക്കിക്കട്ടോ. അടുത്തൊരു ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ നോക്കിയേക്കാം, 2ന്റെ നേരെ ഓപ്പോസിറ്റ് എത്രയാണ് വന്നിക്കുന്നത്? 60 ഡിഗ്രിയാണ് വന്നിക്കുന്നത്. എത്രയാണ് വന്നിക്കുന്നത്? 60 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഇവിടെയും 2ന്റെ നേരെ ഓപ്പോസിറ്റ് എത്രയായിരിക്കും വരിക? 60 ഡിഗ്രി ആയിരിക്കണം വരേണ്ടത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാന്നറിയോ? വളരെ ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും. എന്ത്? ഈ ആംഗിൾ 60, ഈ ആംഗിൾ 70. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും വരിക? ഒരു ആംഗിൾ 60, 60ഉം 60ഉം 120ഉം 10ഉം 130 ആയി. 130 ആണെങ്കിൽ ഈ ആംഗിൾ എത്ര വരണ്ടുള്ളൂ? ഒക്കെപ്പാടെ കൂട്ടിയാൽ 180 കിട്ടേണ്ടത്. ഇവിടെ 60 ഉണ്ട്, ഇവിടെ 70 ഉണ്ട്. അപ്പൊ 60ഉം 70ഉം കൂട്ടിയാൽ എത്രയായി? 130 ആയി. അപ്പൊ ഈ ആംഗിൾ എത്രയായിരിക്കും വരിക? സ്വാഭാവികമായിട്ടും 50 ഡിഗ്രി ആയിരിക്കും വരിക. ഇവിടെയും അതേപോലെ തന്നെ ഈ ആംഗിൾ 70 ഡിഗ്രിയാ അല്ലെ. ഈ ആംഗിൾ എത്രയാണ്? 60 ഡിഗ്രിയാ. 60 ഡിഗ്രിയും 70 ഡിഗ്രിയും കൂട്ടിക്കഴിഞ്ഞാൽ 130 ആയി. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും വരിക? നമുക്ക് ഒക്കെപ്പാടെ കൂട്ടി എത്ര കിട്ടാൻ പറ്റുള്ളൂ? ടോട്ടൽ 180 കിട്ടാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും വരിക? 50 ഡിഗ്രി. 130 കൂടെ 50 കൂട്ടുമ്പോഴാണ് 180 ആവുക. ഇപ്പൊ എല്ലാം കിട്ടിയില്ലേ? എല്ലാത്തിൻ്റെയും, 2 ട്രയാങ്കിളിന്റെയും എല്ലാ ആംഗിളും നമുക്ക് കിട്ടിയില്ലേ? കിട്ടി. ഇതാണ് ഇതിൽ ചെയ്യാണ്ടായിരുന്നത്. ഇനി നമുക്ക് ഈ ഒരു ചോദ്യമാണ് ചെയ്യാണ്ടായിരുന്നത്. ഈ ചോദ്യം, ഇത്തരം ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇത് ഒരു ട്രയാങ്കിൾ ആയിട്ട് എടുക്കുക, ഇത് മറ്റൊരു ട്രയാങ്കിൾ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. ഇങ്ങനെ 2 ട്രയാങ്കിൾ അവിടെ ഉള്ളത്. ഇതിന് ഞാനിവിടെ ഇങ്ങനെ ജസ്റ്റ് ഒരു ഡിവിഷൻ കൊടുത്തു, മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് എന്താ കണ്ടെത്തേണ്ടത്? ഇതിന്റെ കോണുകൾ തുല്യമാണോ എന്നുള്ളതാണ് ചോദ്യം. അതായത് ഇവിടെ ഒരു ആംഗിൾ എ ഉണ്ടല്ലോ, ഇവിടെ ആംഗിൾ ബി. ഞാൻ കളർ ഒന്ന് മാറ്റിത്തരാം ഒന്നും കൂടി മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ഇവിടെ ആംഗിൾ എ ഉണ്ട് അല്ലെ. ഓക്കെ, ഇവിടെ ആംഗിൾ ബി ഉണ്ട്, ഇവിടെ ആംഗിൾ സി ഉണ്ട്. ഇപ്പുറത്തും ഇതുപോലെ ഇവിടെ ഒരു ആംഗിൾ എ ഉണ്ട് അല്ലെ. ഇവിടെ എ ആയതുകൊണ്ട് ഞാൻ ആംഗിൾ എ എന്ന് പറഞ്ഞു. ഇവിടെ ആംഗിൾ ബി ഉണ്ട് അല്ലെ, അടിഭാഗത്ത് ഉണ്ട്. ഇവിടെ എന്തുണ്ട്? ഒരു ആംഗിൾ ഡി ഉണ്ട്. ഇവിടെ ഇതിന്റെ കോണുകൾ, മേലത്തെ ഈ ട്രയാങ്കിളിന്റെ കോണുകൾ അതേ കോണുകൾ തന്നെയാണോ താഴത്തും വരിക എന്നുള്ളതാണ് ചോദ്യം. എന്താ പറഞ്ഞത്? മേലെ എ ബി സി എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിന്റെ ഉള്ളിലത്തെ കോണുകൾ തന്നെ ആയിരിക്കുമോ താഴത്തുള്ള എ ബി ഡി എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിന്റെ ഉള്ളിലും വരിക എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമ്മളെങ്ങനെ ചെയ്യാന്നുള്ളത് ശരിക്കും ശ്രദ്ധിച്ചോ. ഞാൻ മേലത്തെ ഈ ട്രയാങ്കിളിന്റെ ഓരോ ആംഗിളുകളും ഞാൻ എഴുതി. ആംഗിൾ എ ഇവിടെ ഉണ്ട്, ആംഗിൾ ബി ഉണ്ട്, അതേപോലെ ആംഗിൾ സി ഉണ്ട്. ഇതിനോടൊക്കെ ഈക്വൽ ആയിട്ട് വരുന്ന ആംഗിളുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് എഴുതാൻ പോവുകയാണ്. നോക്കിട്ടോ, ശരിക്കും ശ്രദ്ധിക്കുക. ആംഗിൾ എ എന്ന് പറയുന്നത് ആരുടെ നേരെ ഓപ്പോസിറ്റ് ഉള്ളതാ? ആറിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ളതാ. ശരിയല്ലേ? ഇവിടെ അടിയിൽ ആറിന്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഏതാണ്? ആറിന്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഏതാണ്? ആംഗിൾ എ തന്നെയാണ്. അപ്പൊ ഞാൻ ആംഗിൾ എന്റെ നേരെ ഓപ്പോസിറ്റ് എന്തെഴുതി? ആംഗിൾ എ എന്നെഴുതി. അടുത്തത് ആംഗിൾ ബി. ആംഗിൾ ബിന്റെ നേരെ ഓപ്പോസിറ്റ് വരുന്നത് ആരാ? 8 ആണ്. ശരിയല്ലേ? 8 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 8ന്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ആരെന്നെയാണ്? ആംഗിൾ ബി തന്നെയാണ്. അപ്പൊ ഞാൻ എന്ത് എഴുതി? ആംഗിൾ ബി എന്നുള്ളതിന് ആംഗിൾ ബി എന്ന് തന്നെ എഴുതി. അടുത്തത് നോക്കട്ടോ, ആംഗിൾ സി. ഇവിടെ ആംഗിൾ സിക്ക് നേരെ ഓപ്പോസിറ്റ് വരുന്ന ലൈൻ ഏതാ? എ ബി ആണ്. അതിന് അളവ് തന്നിട്ടില്ല, എ ബി ആണ്. ഇവിടെ നോക്കിയേക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ എ ബി എന്ന് പറയുന്ന ഈ വര ആരുടെ ഓപ്പോസിറ്റ് ആണ്? ആംഗിൾ ഡിക്ക് ഓപ്പോസിറ്റ് ആണ്. അപ്പൊ ആംഗിൾ സിയും ആംഗിൾ ഡിയും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ്. ചോദ്യം വായിച്ചു നോക്കുങ്ങള്. ഈ ട്രയാങ്കിളിന്റെ ആംഗിളുകൾ, മേലത്തെ ഈ ട്രയാങ്കിളിന്റെ ആംഗിളും താഴത്തുള്ള ആ ട്രയാങ്കിളിന്റെ ആംഗിളും ഈക്വൽ ആയിരിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. അല്ലെ? ഈക്വൽ ആയിരിക്കുമോ എന്നാ? ഈക്വൽ ആയിരിക്കും എന്നാണ് അതിന്റെ ആൻസർ. യെസ് എന്നുള്ളതാണ് ആൻസർ. എന്തുകൊണ്ട് എന്നുള്ളത് നമ്മൾ ഉത്തരം എഴുതേണ്ടത് എന്താണെന്നറിയോ? അതിന്റെ ഉത്തരം എഴുതേണ്ടത് ഇതാ ഈ സംഭവമാണ്. ക്ലാസ്സിൽ നമ്മൾ ബോക്സിലിട്ട് വരക്കാൻ പറഞ്ഞിരുന്ന രണ്ടാമത്തെ ഈ സംഭവം, അതാണ് അതിന്റെ എന്ത് എന്ന് പറയുന്നത്? ആൻസർ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നത്. എല്ലാ കുട്ടികളും ശരിക്ക് പഠിക്കുക. ശരിക്ക് എടുക്കുന്നത് അന്നാന്ന് തന്നെ പഠിച്ചിട്ട് എന്താവുക? വൃത്തിയിൽ നോട്ടുകളും കാര്യങ്ങളും ഹോംവർക്കുകളും ഒക്കെ കൃത്യമായിട്ട് ചെയ്യുക. നല്ല രീതിക്ക് പഠിച്ച് വരുന്ന ഓണ പരീക്ഷയ്ക്ക് വലിയൊരു റിസൾട്ട് നമുക്ക് നേടിയെടുക്കേണ്ടതുണ്ട്. അതായിരിക്കണം നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ. ആ സ്വപ്നത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഇന്ന് മുതൽക്ക് തന്നെ, ഇതുവരെ തുടങ്ങാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ
ഇപ്പൊ തന്നെ അത് ആരംഭിച്ചിട്ട് നമ്മളുടെ ആ വലിയ വിജയത്തിന്റെ ജൈത്രയാത്രയിൽ ഒരുമിച്ച് നമുക്ക് മുന്നേറാം എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് നമ്മളുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം.